അങ്ങനെയായിട്ട് ജങ്കുക്ക് ഹീറോയിനെ നോക്കി മുറിക്കുമായിരുന്നു. ജങ്കുക്ക് പറയുകയാണെങ്കിൽ എല്ലാത്ത പ്ലാൻ നീ ഇതാണ് ചെയ്യുന്നത്, നമ്മളെ മാരേജ് കഴിക്കാൻ വേണ്ടി ഇത് പ്ലാൻ ചെയ്യുന്നതാണോ? അതൊന്നുമില്ല ജങ്കുക്ക് പറയുന്നത്, നീ സംസാരിക്കാൻ ഞാൻ കേട്ടായിരുന്നു, നിനക്ക് ഞങ്ങളുടെ മാരേജ് കഴിച്ചാൽ എന്ത് പ്രശ്നം? നിങ്ങളൊരു ഐഡൽസാണ്, എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെ സെറ്റാവും ഒരാളെ മാരേജ് കഴിച്ചാൽ ഓക്കെ ആണോ? നിങ്ങൾ 7 പേര് മാരേജ് കഴിക്കാം. അങ്ങനെ ജങ്കുക്ക് പറയാൻ തുടങ്ങി, ഞങ്ങൾ 7 പേരെ മാരേജ് കഴിച്ചേ പറ്റുന്നേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ജങ്കുക്ക് മോർച്ചിട്ട് പോകാൻ തുടങ്ങി. 7 പേർക്ക് എപ്പോൾ മനസ്സിലായി? അപ്പോൾ ദുസ്ഥിതി എല്ലാം എൻ്റെ പ്ലാനാ, ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിനെ സമാധാനമാക്കുമായിരുന്നു. ഹീറോയിൻ സോറി അങ്ങനെ പറഞ്ഞായിരുന്നു, സാറില്ലപ്പ. അങ്ങനെ ജങ്കുക്ക് പറഞ്ഞു, നെക്സ്റ്റ് ഇന്ന് പറഞ്ഞു നാളെ നല്ല നാളുണ്ട്. ജങ്ക് കോൾ ചെയ്ത് കേട്ടായിരുന്നു. ഓക്കെ എന്ന് അമ്മയോട് പറഞ്ഞു. ഓക്കെ നാളെ നല്ല ദിവസമാണ്. ഇന്നെല്ലാം പാക്കിങ് ജങ്കുക്ക് ഡ്രസ്സ് മോളോടെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ജങ്കുക്ക് ഹീറോ എന്ത് പ്ലാൻ ചെയ്യുന്നു അത് മൊത്തം അറിഞ്ഞായിരുന്നു. പിന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് ജങ്കുക്ക് ബിസി ആയിരുന്നു. ഹീറോയി പ്ലാൻ ചെയ്ത് ഹീറോയ്ക്ക് ഡ്രസ്സ് ഇട്ട് സ്റ്റഡീസ് ആൻഡ് മാരേജ് ആണ്. അങ്ങനെ 7 പേരും ഹീറോയിനെ മാരേജ് കഴിച്ചു. ഹീറോയ്ക്ക് കയറിച്ചാൾ വരാൻ തുടങ്ങി. എന്താ എനിക്ക് പഠിക്കണം. മഞ്ജു, നീ ഇവിടെ അല്ലേ പഠിക്കാൻ വന്ന കോളേജ്? എവിടെ പഠിക്കണേ? കൊറിയയിൽ. അതുപോലെ നീ ടെൻഷൻ ആക്കട്ടെ. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉള്ള ഫ്രണ്ട്സ് ഞങ്ങളെ കോളേജിൽ പഠിക്കും, കൊറിയയിൽ ഞങ്ങൾ കോളേജുണ്ട്, ആ കോളേജിൽ പഠിച്ചു. ശരി അത് അങ്ങനെ ഹീറോയ്ക്കും അവർക്ക് 7 പേർക്ക് മാരേജ് ആയിരുന്നു. അങ്ങനെ ഹീറോ അവിടെ റൂമൊക്കെ പാലെടുത്തോണ്ട് വരാം. അമ്മ പറഞ്ഞു, ഞാൻ പോകുന്നില്ല റൂമൊക്കെ. എൻ്റെ ടെൻഷനിലുണ്ട് എന്ന് പറഞ്ഞു. മമ്മി സമാധാനമാക്കാൻ തുടങ്ങി. എന്തിനാണ് ഇങ്ങനെ ചെയ്ത മമ്മി? അതൊക്കെ മഞ്ജു പറഞ്ഞേക്ക്. അങ്ങനെ ഹീറോയിൻ റൂമൊക്കെ വന്നായിരുന്നു. എൻ്റെ ഹീറോയെ നോക്കി മുറിക്കായിരുന്നു. എന്തിനാ ഇങ്ങനെ മുറിക്കുന്നത്? ശരി കിടന്ന് ഉറങ്ങിക്കോ. അങ്ങനെ ഹീറോയിൻ ശരി. ജിൻ എന്തമ്മാ? കുറച്ച് അപ്പുറം പോകണം. ഞങ്ങൾ നടുവിൽ പോയിട്ട് ഹീറോയി കടന്നു. സോറി എന്ന് ജിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി. ഇത് കണ്ട് ജങ്കുക്ക് ജിമ്മയ്ക്ക് ടെൻഷനായി. എന്തിനാ അവിടെ കൊടുത്തുന്ന? അയ്യോ ഈ മാമൻ്റെ ടെൻഷനുണ്ട്. ജങ്കുക്ക് ജിമ്മിനും ജങ്കുക്കും അങ്ങനെ ഒരു കഥയാണ് പറഞ്ഞത്. അതുകൊണ്ട് നോക്കിയായിരുന്നു ജങ്കുക്ക് ഇവിടെ വന്ന് കിടക്കാമെന്ന് കണ്ണി കാട്ടിയായിരുന്നു. അതുകൊണ്ട് ഓടി പോയായിരുന്നു. ഇവരുടെ പ്രശ്നമില്ല, ഇവർ 2 പേരും എന്ത് ചെയ്യാറില്ല. അങ്ങനെ ഹീറോ പേടിച്ച് പോയായിരുന്നു. അങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് കോളേജ് അവിടെ ജോയിൻ ചെയ്തു. ഹീറോയുടെ ഫ്രണ്ട്സ് 3 പേര് അവിടെയാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി. മഞ്ജു പറയാൻ തുടങ്ങി. കീർത്തി പറയാൻ തുടങ്ങി. ടെൻഷൻ ആക്കണ്ട. ദിയ പറയാൻ തുടങ്ങി. മഞ്ജു ടെൻഷൻ ആക്കണ്ട. പിന്നെ പ്രിയ. അങ്ങനെയായിട്ട് ഒരു 3 പേര് ഇങ്ങനെ ജോയിനായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അങ്ങനെ കൊറിയയിൽ എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ ഹീറോയി ഫസ്റ്റ് ഇയർ കോളേജെല്ലാം എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഫസ്റ്റ് ഇയർ ഹീറോയി കോളേജ് പറഞ്ഞ ഒരു കോളേജാണ്. അങ്ങനെ മഞ്ജു ഇങ്ങനെ കോളേജിൽ നടന്നു വരുമ്പോൾ ഒരു സീനിയർ ഉണ്ടായിരുന്നു, മൈക്കിൾ എന്ന്. മഞ്ജുവിനെ കണ്ട് മൈക്കിൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മൈക്കിൾ ദിവസം വന്ന് മഞ്ജു പ്രപ്പോസ് ചെയ്യുക. മഞ്ജു മൈക്കിൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് മാരേജായി, നിങ്ങൾക്ക് അറിയും, ഞാൻ ആരെ വൈഫ് നിങ്ങൾക്ക് അറിയും, എന്നിക്കൊണ്ട് എൻ്റെ പുറത്ത് നടക്കുന്നത് മഞ്ജു പറയുന്നത്. അത് റൂമറായിരിക്കും, ഞാൻ നമ്പില്ല. അത് മൈക്കിൾ ഹീറോയിനെ ഫോളോ ചെയ്ത് ടോർച്ചർ ചെയ്ത് ഇത് ബോഡി ഗാർഡ് ഫോൺ ചെയ്ത് വീട്ടിൽ സിമറോട് പറഞ്ഞു. ശരി. അങ്ങനെ മഞ്ജു കോളേജ് പറഞ്ഞു. മഞ്ജുയുടെ ഫ്രണ്ട്സിനോട് ചെന്ന് ഹോംവർക്ക് അത് ഏതെല്ലാം ക്ലാസ് 1 month ലീവ് എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രിൻസിപ്പൾ അവിടുത്തെ ഓക്കെ സാർ എന്ന് പറഞ്ഞു. ഹീറോ 1 month വന്നില്ല അവിടെ എത്തുമോ എന്ന് പറഞ്ഞായിരുന്നു. മഞ്ജു കോളേജിൽ പോകണം റെഡി ആവുമായിരുന്നു. മഞ്ജുവിനോട് പറയാൻ തുടങ്ങി, 1 month നീ കോളേജിൽ വന്ന് പോകണ്ട. മഞ്ജു ഷോക്കായി. 1 month കോളേജിൽ പോലെ എൻ്റെ എക്സാം അത് അപ്പം നീ പോയിക്കോളാം, ഇപ്പം നീ ഇവിടെ പോകണ്ട എന്ന് പറഞ്ഞു. അത് പറഞ്ഞേക്ക്, നീ കോളേജിൽ പോകണ്ട, നീ വീട്ടിലുണ്ട് പഠിച്ചോന്ന് മഞ്ജുയോട് പറഞ്ഞു. നീ വീട്ടിലെ പഠിച്ചോന്ന് പറഞ്ഞു. മഞ്ജുക്ക് ഷോക്കായിരുന്നു. വീട്ടിലെങ്ങനെ പഠിക്കാൻ പറ്റുമോ? നിനക്ക് ഓൺലൈൻ ക്ലാസ് പഠിച്ചോന്ന് പറഞ്ഞായിരുന്നു. ശരി എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. മൈക്കിൾ ഹീറോയിനെ വെയിറ്റ് ചെയ്തതായിരുന്നു ഹീറോ വരുമെന്ന്. മഞ്ജു കേട്ടായിരുന്നു ഫ്രണ്ടിനോട്. കീർത്തി പറഞ്ഞു, ഇല്ലപ്പാ വന്നിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. അവർ ഡേയ്സ് പോകാൻ ചോദിച്ചായിരുന്നു. അങ്ങനെയായിട്ട് അവൾ ഹീറോയോടുള്ള ഡ്രസ്സ് കേട്ടായിരുന്നു, അവർ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മഞ്ജും പിന്നെ ആറമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഇരുന്ന് കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കായിരുന്നു. ആറം പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്ന്. ആറമ്മ അവിടെ നിന്ന് പോയായിരുന്നു. അപ്പോൾ മഞ്ജുവിനെ പിടിച്ചു. മൈക്കിൾ വന്നായിരുന്നു. മഞ്ജു നീ എന്താ കോളേജ് വരാതെ എന്ന് പിടിച്ചു വരുന്നായിരുന്നു. പിന്നെ മഞ്ജു ഇവിടെ നിന്ന് പറയാൻ തുടങ്ങി. ജങ്കുക്ക് വന്നായിരുന്നു. ജങ്കുക്ക് വന്നു. എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചായിരുന്നു. അത് എൻ്റെ വൈഫിൻ്റെ മേലെ കൈ ഇടാന്ന് പറഞ്ഞായിരുന്നു. മൈക്കിൾ പറയാൻ തുടങ്ങി, സാർ നിങ്ങൾ വൈഫ് പറഞ്ഞ ഈസ് മൈ വൈഫ് എന്ന് പറഞ്ഞായിരുന്നു.
മഞ്ജു ചേച്ചി പറഞ്ഞായിരുന്നു. അങ്ങനെ സീനിയർ അവിടുന്ന് പോയി. അങ്ങനെ ഹീറോയിനെ നോക്കി മുറയ്ക്കായിരുന്നു. ശരിയാവില്ലെന്ന്. അങ്ങനെ ഹീറോയിൻ ഫുഡെല്ലാം കഴിച്ചായിരുന്നു. ഫുഡ് കഴിച്ചോ? ബാക്കി ഫോണാക്കില്ല. ബാക്കി എല്ലാവരും ടെൻഷനിലുണ്ടായിരുന്നു. ജങ്കുക്ക് ആറം വന്നായിരുന്നു. ജങ്കുക്ക് വന്നായിരുന്നു. ആറം ഷോക്കായിരുന്നു. ജങ്കുക്ക് നീ എന്തെടാ വന്ന് എപ്പോഴാ വന്ന? ജങ്കുക്ക് നടന്നു പറയുന്നത്. ആറം ടെൻഷനായി. ഇവളെ ഇട്ടാൽ ശരിയാവില്ല പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഹീറോയിൻ കൂടെ ക്ലോസ് ആവാൻ തുടങ്ങി. അവളും കൂടി ക്ലോസ് ആവാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ്റെ ഫുഡും അമ്മ അച്ഛനെല്ലാം വന്നായിരുന്നു. ഇന്ത്യക്ക് പോകാമോ എന്ന് പറഞ്ഞായിരുന്നു. മഞ്ജു പറയുന്നത് ഞാൻ ഇന്ത്യക്ക് പോകാൻ മാമ എന്ന് പറഞ്ഞു. ശരി മാ നീ പോയിക്കോ എന്ന് പറഞ്ഞു. ജങ്കു നീ ഇവിടെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞു. ഇത് അതെല്ലാം ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. ജങ്കുക്ക് പറഞ്ഞു ശരി മാ. അവർ ഓർക്കെല്ലാം ഷൂട്ടിംഗ് ഉണ്ട്. ജങ്കുക്ക് മാത്രം ഷൂട്ടിംഗ് ഒന്നുമില്ല. ജങ്കുക്ക് ഷൂട്ടിംഗ് അല്ല അങ്ങനെ പറഞ്ഞു. ജങ്കുക്ക് ബാക്കി വന്ന ഷൂട്ടിംഗ് ഉണ്ട്. ജങ്കുക്കിൻ്റെ ഓൾറെഡി ഷൂട്ടിംഗ് കഴിഞ്ഞു. അങ്ങനെ ഓരോന്നാൾ അവർക്ക് ഷൂട്ടിംഗ് ഉണ്ടാവും. അങ്ങനെ ജങ്കുക്ക് ഓൾറെഡി മുമ്പ് ഷൂട്ടിംഗ് കഴിഞ്ഞു. ജങ്കുക്ക് പറഞ്ഞു അങ്ങനെ ഹീറോയിൻ വിളിച്ചുകൊണ്ട് ഇന്ത്യക്ക് വന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ പിന്നെ 4 ദിവസം കഴിഞ്ഞ പിന്നെ വന്നിട്ടെത്തിയപ്പോൾ ഹീറോയിൻ വോമിറ്റ് തുടങ്ങി. അങ്ങനെ വോമിറ്റ് വരുമ്പോൾ ഒത്തൊന്നും മൈ ജങ്കുക്ക് അവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു ആറത്തോട്. ഹീറോയിൻ മൈൻഡ് ജങ്കുക്ക് ഷോക്കായിരുന്നു. എന്ത് പറ്റി മഞ്ജു എന്ത് പറ്റി മഞ്ജു എന്ന് പറഞ്ഞായിരുന്നു. എന്താടാ മയങ്ങി വീണു ആൻറ്റി? ഹോസ്പിറ്റൽ തണ്ണി ഇറപ്പിക്കാൻ നോക്കിയോ? ഇല്ല ആൻറ്റി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ കൺഗ്രസ് നിങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ടോ അച്ഛനമ്മയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോയിൻ മയങ്ങിയിട്ട് വീണ് വോമിറ്റ് ചെയ്യുന്നതെല്ലാം ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൺഗ്രസ് പറഞ്ഞു. അങ്ങനെ ഫോണാക്കിയിട്ട് എല്ലാവരോടും പറഞ്ഞു. എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും ഹാപ്പി. ഹീറോയിൻ കണ്ണ് തുറന്നു എന്ത് പറ്റി? നാളെ എൻ്റെ കുട്ടീസ് മക്കൾ ബേബീസ് ഉണ്ടോ പറഞ്ഞു. ഇത് കേട്ട് മഞ്ജുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചു. അങ്ങനെ ഹീറോ ബേബീസ് കൂടെ ജോലി ആയിട്ടിരിക്കാൻ തുടങ്ങി. ഇനി കെയറിങ് ആയിട്ട് നോക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഹീറോയിൻ 2nd ഇയർ കഴിഞ്ഞ് ഇപ്പോൾ 3rd ഇയർ എത്തി. അങ്ങനെ 3rd ഇയർ എത്തി. ഇങ്ങനെ കോളേജിൽ കൂടെ ഓൺലൈൻ ക്ലാസ് തന്നെ പഠിച്ചു. അതുകൊണ്ട് 3rd ഇയർ മതിയാക്കി ഹീറോയിൻ. ഇങ്ങനെ 3rd ഇയർ മതിയാക്കി 3rd ഇയർ പഠിച്ചു കഴിഞ്ഞു ഹീറോയിൻ. പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങായിരുന്നു. അപ്പോൾ സീനിയറിൻ്റെ അവിടെ സീനിയർ ഹീറോയിൻ്റെ ക്ലാസ് പഠിക്കുന്ന ഒരു ബോയ് ഉണ്ടായിരുന്നു. ആ ബോയ് ഫോണാക്കി സീനിയർ മഞ്ജു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ്.